ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ടോപ്പിക്കാണ്, അതായത് ദ ഗ്രേഡിയൻ്റ് എന്നുള്ളത്. അപ്പം ഇതൊരു കുഞ്ഞ് സബ് ടോപ്പിക്കാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗ്രേഡിയൻ്റ് എന്നുള്ള പോർഷനാണ്. ഗ്രേഡിയൻറ്റിൻ്റെ ഫോർമുല നോക്കുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒരു ഫോർമുല പഠിക്കാനുണ്ട്. അതായത് ഡെൽ ഓപ്പറേറ്റർ എന്നാണ് പേര്. ഡെൽ ഓപ്പറേറ്റർ. അപ്പോൾ ഈ ഒരു സിമ്പിളിനെയാണ് നമ്മൾ ഡെൽ എന്ന് പറയുന്നത്. അതായത് ഡെൽറ്റയുടെ ഷോർട്ട് ഫോമിനെയാണ് ഡെൽ എന്ന് പറയുന്നത്, ഡെൽ ഓപ്പറേറ്റർ. അപ്പോൾ ഇതിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ ഡെൽ ഇസ് ഈക്വൽ ടു ഇതാണ് ഡെൽ ഓപ്പറേറ്ററിൻ്റെ ഫോം. അതായത് ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ്. അപ്പോൾ ഇതൊരു ജനറൽ ഫോമാണ്, ഇതൊരു ഓപ്പറേറ്ററാണ്. ഇത് നമ്മൾ വേറൊരു ഫംഗ്ഷൻ്റെ കൂടെയോ മറ്റോ ഓപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് പറ്റുന്നത്. ഇപ്പോൾ ഡെൽ എന്ന് പറയുന്നത് നമ്മളൊരു ഫംഗ്ഷൻ്റെ കൂടെ അക്കമ്പനി ചെയ്യുകയാണ്. അതായത് ഡെൽ എഫ് എന്ന് പറയുകയാണെങ്കിൽ, അതായത് ഇങ്ങനെ വെറുതെ കിടന്നാൽ നമുക്കതിന് യൂസ് ഒന്നുമില്ല. അത് ഏതെങ്കിലും ഫംഗ്ഷനുമായിട്ട് അക്കമ്പനി ചെയ്യുമ്പോൾ മാത്രമേ നമുക്കിവിടെ യൂസ് ഉള്ളൂ. അതായത് എഫ് എന്നൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്. ഈ ഫംഗ്ഷൻ നമുക്ക് 2 വേരിയബിളിലാവാം, 3 വേരിയബിളിലും ആവാം. ഇഷ്ടമുള്ള ഏതെങ്കിലും ഫംഗ്ഷൻ എടുക്കുക, 2 വേരിയബിൾ ഓർ 3 വേരിയബിളുള്ള ഫംഗ്ഷൻ എടുക്കുക. അതിൻ്റെ കൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഈ ഡെൽ ഓപ്പറേറ്റർ അക്കമ്പനി ചെയ്യാനായിട്ട്. അപ്പോൾ ഈ എഫ് ഇവിടെ അക്കമ്പനി ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഓരോ പാർഷ്യൽ ഡിഫറൻസിയേഷനിലും എന്ത് അപ്ലൈ ചെയ്യാണ്, നമ്മൾ എഫ് എന്ന ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഡെൽ എഫ് എങ്ങനെ മാറും എന്ന് വെച്ചാൽ ഐ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ ഇസഡ് എന്നാണ് വരുന്നത്. ഇത് ശ്രദ്ധിക്കുക, ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എഫ് എന്ന ഫംഗ്ഷനെ പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുന്നു, എഫിനെ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുന്നു, അതാണ് ഡോ എഫ് ബൈ ഡോ വൈ. ആൻഡ് എഫിനെ വിത്ത് റെസ്പെക്ട് ടു ഇസഡ് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, അതാണ് കെ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ ഇസഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ 3 വേരിയബിൾ ആയതുകൊണ്ടാണ് ഈ കെയും കൂടി ചേർന്ന് വരുന്നത്. ഇപ്പോൾ സപ്പോസ് നമ്മൾ എടുത്ത ഫംഗ്ഷൻ 2 വേരിയബിളിലുള്ളതാണെങ്കിൽ ഈ കെ ടേം എന്താവത്തില്ല, വരത്തില്ല. പകരം ഐ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ എക്സും പ്ലസ് ജെ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈയുവേ വരത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഡെൽ ഓപ്പറേറ്റർ നമ്മൾ എങ്ങനെ ഒരു ഫംഗ്ഷൻ്റെ കൂടെ അക്കമ്പനി ചെയ്യും എന്നുള്ള കാര്യം വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പോകാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഗ്രേഡിയൻ്റ് ആണ്. ഇപ്പോൾ ഗ്രേഡിയൻ്റ് ഇതിൽ നിന്ന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കാര്യമാണ്. അതായത് ഗ്രേഡിയൻ്റ് ഡെഫിനേഷൻ നോക്കാം. ഇഫ് എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ, അതായത് 2 വേരിയബിളിലുള്ളൊരു ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ദെൻ ദ ഗ്രേഡിയൻ്റ് ഓഫ് എഫ്, അതായത് ഡെൽ എഫ് എന്നുള്ളതാണ്. അതായത് നമ്മളിവിടെ നേരത്തെ ഈ ഡെൽ ഓപ്പറേറ്റർ ചെയ്തപ്പോൾ ഇവിടെ കിട്ടിയ ഫോമാറ്റ് തന്നെയാണ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഡെൽ എഫിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഗ്രേഡിയൻ്റ് എന്ന് പറയുകയാണെങ്കിൽ ഡെൽ ഓപ്പറേറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫംഗ്ഷൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, അക്കമ്പനി ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മളിവിടെ എഴുതിയ അതേ സെയിം ഫോർമുല തന്നെയാണ്. ഡെൽ എഫ് ഇസ് ഈക്വൽ ടു എഫ് എക്സ് ഓഫ് എക്സ് കോമ വൈ ഇൻറ്റു ഐ പ്ലസ് എഫ് വൈ ഓഫ് എക്സ് കോമ വൈ ഇൻറ്റു ജെ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ നമ്മളിതാ ഇവിടെ എഴുതിയിട്ടുള്ള സെയിം ഫോമാറ്റ്, അതായത് ഡോ എഫ് ബൈ ഡോ എക്സിനെയാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, എഫ് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഡോ എഫ് ബൈ ഡോ വൈനെയാണ് ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നത്, എഫ് വൈ, എഫ് സഫിക്സിൽ വൈ ഇട്ടേക്കുന്നത്. പിന്നെ ഐയും ജിയും മറ്റ് ഡെൽ ഓപ്പറേറ്ററിനകത്താണെങ്കിൽ തൊട്ട് മുന്നിലേ എഴുതിയിരിക്കും, ഇത് അതിന് ശേഷം എഴുതിയിരിക്കും എന്നുള്ളൊരു ചെറിയ ഡിഫറൻസ്. അതായത് ഇത് രണ്ടും ശരിക്കും വാല്യൂസ് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ 2 വേരിയബിൾ ആയതുകൊണ്ടാണ് എഫ് വൈയിൽ സ്റ്റോപ്പ് ആയത്. ഇപ്പോൾ 3 വേരിയബിളാണ് എടുക്കുന്നതെങ്കിൽ നോക്കാം. അതായത് സെക്കൻഡ് ഡെഫിനിഷൻ നോക്കാം. ഇഫ് എഫ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് ഇസഡ്, ദെൻ ദ ഗ്രേഡിയൻ്റ് ഓഫ് എഫ് ഇസ് ഡിഫൈൻഡ് ബൈ gradient of f of x y z is equal to fx of x comma y comma z into I, അതായത് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അത് ചെയ്യുക, ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് എഫ് വൈ ഓഫ്, അതായത് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുന്നു, ഇൻറ്റു ഇസഡ് എഫ് ഇസഡ് ഓഫ് എക്സ് വൈ സെഡ് ഇൻറ്റു കെ. അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഗ്രേഡിയൻ്റ് ഓഫ് 3 വേരിയബിൾ ഫംഗ്ഷൻ. നേരത്തെ ഫസ്റ്റ് ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രേഡിയൻ്റ് ഓഫ്
ടു വേരിയബിൾ ഫംഗ്ഷൻ. അപ്പോൾ ഈ ഡെൽ ഓപ്പറേറ്ററും ഒരു ഫംഗ്ഷനും കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് കിട്ടുന്നത്. അപ്പോൾ ഈ ഡെൽറ്റ, ഈ ഒരു ട്രയാങ്കിൾ, ഇൻവേഴ്സ് ട്രയാങ്കിളിനെയാണ് നമ്മൾ ഡെൽ എന്ന് പറയുന്നത്. അതായത് ഡെൽറ്റ എന്നുള്ള ഒരു ലെറ്ററാണ് അതിന് ഷോർട്ടാക്കിയിട്ട് ഡെൽ എന്ന് പറയുന്നത്. അതേപോലെ അപ്പോൾ നമുക്ക് ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ ഫോർമുല നമുക്കറിയാം. എന്താണ്? എഫ് എക്സ് ഓഫ് എക്സ് കോമ വൈ ഇൻറ്റു ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്, അതൊരു പർട്ടിക്കുലർ പോയിന്റിൽ കണ്ടുപിടിക്കുകയാണ്, ഇൻറ്റു യു വൺ പ്ലസ് എഫ് വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു യു ടു. അപ്പോൾ ഇവിടെ ഇത് നമുക്കറിയാം, ആ ഫംഗ്ഷനെ പാർഷ്യലി ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുന്നു. എക്സ് നോട്ട് വൈ നോട്ടിൽ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. യു വൺ എന്ന് പറയുന്നത്, അതായത് യു ബാറെന്ന് നിങ്ങൾക്കൊരു യൂണിറ്റ് വെക്ടർ തന്നിരിക്കും, യു വൺ ഐ പ്ലസ് യു ടു ജെ. അപ്പോൾ ഇത് ടു വേരിയബിൾ ആയതുകൊണ്ട് ജെയിൽ സ്റ്റോപ്പ് ആവും, ഇല്ലെങ്കിൽ ഒരു u3 k കൂടെ വരും. അപ്പോൾ യു ബാർ കൂടി കണ്ടുപിടിക്കുകയാണ്. അതായത് ഇതിൽ യു വൺ കമ്പോണൻറ്റ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ യു ടു കമ്പോണൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവിന് പഠിച്ച ഒരു ജനറൽ ഫോം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ തന്നെ നമ്മൾ കുറച്ചുകൂടി ഷോർട്ടായിട്ട് ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, അതായത് നമ്മൾ ഇപ്പോൾ പഠിച്ച് ഈ ഗ്രേഡിയൻറ്റിൻ്റെ ഫോമുല വെച്ചിട്ട് എങ്ങനെ എഴുതാം? ഡെൽ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു യു, അതായത് ഡെൽ എഫ് ഓഫ് എക്സ്, ഇതിപ്പോൾ ടു വേരിയബിളാണ്, ഇൻറ്റു യു എന്നുള്ള ഫംഗ്ഷനായിട്ട് എഴുതാം. ഇത് നമുക്ക് സ്പ്ലിറ്റപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഡെൽ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു യു വൺ പ്ലസ് ഡെൽ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു യു ടു എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ തന്നെ എന്താണ് ഷോർട്ട് ഫോമാണ് ഇതെന്ന് പറയുന്നത്. വേറെ വ്യത്യാസമൊന്നുമില്ല. അത് രണ്ടുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഒരു നോട്ട് തന്നിട്ടുണ്ട്, അതായത് ഞാൻ ആ ഡെല്ലിൻ്റെ തന്നെ ഇത് നിങ്ങൾക്ക് PDF ഫോർമാറ്റായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നോക്കിക്കൊള്ളുക. ഐയുടെ ഫോർമാറ്റാണ്, ഡെൽ ഓപ്പറേറ്റർ ഇങ്ങനെയാണ്. ആൻഡ് സെക്കൻഡ് വൺ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത് എഫ് കൂടി ആ ഡെല്ലിൻ്റെ കൂടെ അക്കമ്പനി ചെയ്തിട്ടുള്ളതാണ്, സെക്കൻഡ് നോട്ട്. മൂന്നാമത്തെ നോട്ട് എന്താണ്? ഇഫ് യു ഇസ് നോട്ട് എ യൂണിറ്റ് വെക്ടർ ദെൻ യു ഈക്വൽ ടു എ ബൈ നോം എ. ഇത് നമ്മൾ നേരത്തെ ആ പ്രോബ്ലം ചെയ്തപ്പോൾ പഠിച്ചതാണ്. ഒരു വെക്ടർ തന്നിട്ടുണ്ടായിരിക്കും, ആ വെക്ടർ എന്തല്ല ഒരു എ ബാർ എന്നൊരു വെക്ടർ ആണെങ്കിൽ അതിനെ യൂണിറ്റ് വെക്ടർ ആക്കിയാലേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് യൂണിറ്റ് ആക്കാനുള്ളൊരു ഫോമാറ്റാണ് യു ഈക്വൽ ടു എ ബൈ നോം എ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോം എ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം സപ്പോസ് എ ബാർ എന്ന് പറയുന്ന ഒരു വെക്ടർ നമ്മൾ കൺസിഡർ ചെയ്യാണ്. അത് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ എന്നുള്ള ഫോമാറ്റിലായിരിക്കും. ഇതിപ്പോൾ 3 വേരിയബിൾ ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. ഇതിൻ്റെ നോം എന്ന് പറയുന്നത് നോം എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ നോം എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ യു ഇസ് ഈക്വൽ ടു എ ബൈ നോം എ എന്നാണ്. അപ്പം എ ബാറിന് വരെ എന്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക? എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ അപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ നോം എ എന്ന് വെച്ചാൽ ഈ റൂട്ട് വാല്യൂ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ, ഇത് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതാണ് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഫോർമാറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് മാക്സിമം വാല്യൂ ഓഫ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് ഇസ് നോം ഡെൽ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട്. അതായത് മാക്സിമം വാല്യൂ, ഒരു ക്വസ്റ്റ്യനിൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ളതൊക്കെ നമ്മൾ ചെയ്തതാണ്. മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ പറയുകയാണ്. ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ മാക്സിമം വാല്യൂ ചെയ്യാനാണ് പറയുന്നതെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്ത് കണ്ടുപിടിക്കുക? നോം ഓഫ് ഡെൽ ഓഫ് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട്. ഇപ്പോൾ ഡെൽ എഫ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം, നമ്മളിപ്പോൾ പറഞ്ഞ പോലത്തെ ഫോമിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം അത് എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ടിൽ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എന്തായിരിക്കും? ഒരു വെക്ടർ ഫോം ആയിരിക്കും കിട്ടുന്നത്. ആ വെക്ടർ ഫോമിൽ നിന്ന് അതിൻ്റെ നോം കണ്ടുപിടിക്കുക. നോം എന്ന് വെച്ചാൽ നമുക്കറിയാം റൂട്ട് ഓഫ് അതിൻ്റെ കറസ്പോണ്ടിങ് ഐ കമ്പോണൻറ്റ്, ജെ കമ്പോണൻറ്റ്, കെ കമ്പോണൻറ്റ്. ഇത് കണ്ടുപിടിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. അതുപോലെ തന്നെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ്. അതായത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് മാക്സിമം ആവുന്നത് അതും ഡെൽ എഫിൻ്റെ സെയിം ഡയറക്ഷനിൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് മാക്സിമം ആവുന്നത് എപ്പോൾ ആണെന്ന് ചോദിച്ചാൽ ഡെൽ എഫ് ഡിവൈഡഡ് ബൈ നോൺ ഡെൽ എഫ് ആയിരിക്കും. ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം.
ഇഫ് എഫ് ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ ദ ഹോൾ ക്യൂബ്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് 2 വേരിയബിളിലുള്ള ഫംഗ്ഷനാണ്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ഗ്രേഡിയൻറ്റ് ഓഫ് എഫ് അറ്റ് -1, -1. ഗ്രേഡിയൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഡെൽ എഫ് ആണ്. അപ്പോൾ ഇവിടെ 2 വേരിയബിൾ ആയതുകൊണ്ട് നമ്മുടെ ഫോർമുലയിൽ കെ കമ്പോണൻറ്റ് വരത്തില്ല. ഐ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈയെ വരത്തുള്ളൂ. സോ ഇവിടെ ഡോ എഫ് ബൈ ഡോ എക്സ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ ദ ഹോൾ ക്യൂബാണ്. അപ്പോൾ ഈ ഫംഗ്ഷനെ പാർഷ്യലി ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യണമെങ്കിൽ ഇതിപ്പോൾ ഹോൾ പവർ 3 ആണ്. അപ്പോൾ ഈ 3 എന്ത് വരും? അതായത് നമുക്ക് ഡെറിവേറ്റീവിൽ എക്സ് പവർ എൻ ചെയ്യുമ്പോൾ എൻ എക്സ് പവർ n - 1 എന്നാണ്. അതേ ഫോമാറ്റ് ഇവിടെ അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇതിന് നമ്മൾ മൊത്തത്തിൽ എന്ത് ചെയ്ത് കഴിഞ്ഞു? ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഇതിനകത്തുള്ള ടേം, അതായത് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ, ആ മെത്തേഡിൽ ഈ അകത്തുള്ള ടേമിന് എന്ത് ചെയ്യുക? നമുക്ക് പാർഷ്യലി ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യണം. അപ്പോൾ വൈ ഉണ്ടെങ്കിൽ വൈന് എന്തായിട്ട് എടുക്കുക? കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുക. ഇവിടെ എന്തേ വരത്തുള്ളൂ? ഫസ്റ്റ് ടേം ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ അഡീഷൻ ആയതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ്ലി ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഫസ്റ്റ് ടേം ചെയ്യുമ്പോഴത്തേക്കും 2x വരുന്നു പ്ലസ് എക്സ് ഇൻറ്റു വൈ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുക. എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1, ദാറ്റ് ഈസ് 1 എന്ന് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഇതാണ് പാർഷ്യലി ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈ ഫംഗ്ഷന് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന വാല്യൂ. അടുത്ത പാർഷ്യലി ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുക ഈ ഫംഗ്ഷനെ. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് അതുപോലെ തന്നെ 3 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ എന്നേ വരത്തുള്ളൂ. ഇൻറ്റു ഈ അകത്തുള്ള ടേമിന് എന്ത് ചെയ്യുക? പാർഷ്യലി ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുക. അപ്പം എക്സ് ഉള്ളതൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഇതെന്ത് വരും? എക്സ് സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0 വരുന്നു. എക്സ് വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൈ മാത്രം ചെയ്താൽ മതി. എക്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. വൈക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്ത് വരും? 1 വരും. അപ്പോൾ എക്സ് മാത്രമേ ഇവിടെ റിമൈൻ ചെയ്യുള്ളൂ. ആ എക്സ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. നമുക്കിനി എന്ത് ചെയ്യണം? ഗ്രേഡിയൻറ്റ് എഫിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഐ കൂടി നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സിൻ്റെ കൂടെ ഒരു ഐ കൊടുക്കുക. ഡോ എഫ് ബൈ ഡോയുടെ ഒരു ജെയും കൂടെ കൊടുക്കുമ്പോൾ നമുക്ക് ഗ്രേഡിയൻറ്റ് എഫ് കിട്ടും. അതായത് ഗ്രേഡിയൻറ്റ് എഫ് ഇസ് ഈക്വൽ ടു 3 ടൈംസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 2x പ്ലസ് വൈ ഇൻറ്റു ഐ പ്ലസ് 3x ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ജെ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഗ്രേഡിയൻറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പം ഗ്രേഡിയൻറ്റ് അറ്റ് -1 കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? എക്സ് ഉള്ള സ്ഥലത്ത് -1 അപ്ലൈ ചെയ്യുക. വൈ ഉള്ള പ്ലേസിൽ ഇത് കൊടുക്കുക, -1 അപ്ലൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അപ്പം ഈ ഫംഗ്ഷനകത്ത് ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയ വാല്യൂ. ഇതിനകത്ത് എന്തിടുക? എക്സിന് -1, വൈക്ക് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ശരിക്കും ഒരു ഐ കൂടിയുണ്ട്. നിങ്ങളുടെ PDF ഒന്ന് തിരുത്തിക്കൊള്ളുക. ഇവിടെ ഒരു ഐ കൂടിയുണ്ട്. ഇസ് ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്യുമ്പം -36i - 12j എന്നാണ് കിട്ടുന്നത്. ഇതാണ് ഗ്രേഡിയൻറ്റ് അറ്റ് -1 എന്ന് പറയുന്നത്. അടുത്ത 2 പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രേഡിയൻ്റ് ആണ് നമുക്ക് നോക്കാം. At x, y, the surface z equal to f of xy has its maximum slope in the direction of the gradient, and the maximum slope is norm of del of f of x, y. അതായത് നമുക്കൊരു ഫംഗ്ഷൻ തന്നിരിക്കും. അതായത് ഒരു സർഫസ് ആയിരിക്കും തന്നിട്ടുള്ളത്. അതായത് ആ ഫംഗ്ഷനെ തന്നെയാണ് സർഫസ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ തന്നിരിക്കും. എന്നിട്ട് അതിൻ്റെ എന്ത് ചെയ്യുക? മാക്സിമം സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഡെൽ എഫ് ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കുക. അതിൻ്റെ നോമ് കൂടി കണ്ടുപിടിക്കുക. അപ്പോൾ മാക്സിമം സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇത്. അടുത്തതും ഒരു നിങ്ങൾക്ക് സർഫസ് തന്നെ തന്നിരിക്കും. അതിൽ മിനിമം സ്ലോപ്പ് കണ്ടുപിടിക്കുക. അതായത് ഓപ്പോസിറ്റ് ടു ദ ഗ്രേഡിയൻറ്റ്, അതായത് ഡയറക്ഷൻ ഓപ്പോസിറ്റായിട്ട് വരികയാണ്. മിനിമം സ്ലോപ്പ് കണ്ടുപിടിക്കുക. അപ്പം മിനിമം ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ തന്നെ മൈനസ് എടുത്താൽ മതി, നെഗറ്റീവ് എടുത്താൽ മതിയാവും. മൈനസ് ഓഫ് നോം ഡെൽ ഓഫ് എഫ് ഓഫ് എക്സ്, വൈ. ഇത്രയാണ് വരുന്നത്. ഞാൻ നിങ്ങൾക്ക് 2-3 ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതായത് ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഡയറക്ഷണൽ ഡെറിവേറ്റീവാണ് കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിച്ചോളുക. ഫസ്റ്റ് വൺ ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കുക, സെക്കൻഡ് വൺ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഇത്രയൊന്ന് ട്രൈ ചെയ്യുക. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.